ആശ്രിത നിയമനത്തിന്റെ മറവിൽ വീണ്ടും മുസ്ലിം സംവരണം വെട്ടിക്കുറയ്ക്കാൻ സർക്കാർ നീക്കമെന്ന് പരാതി. സർക്കാർ നിയമനങ്ങളിൽ മുസ്ലിം സംവരണത്തിനായുള്ള ടേൺ 16 ആശ്രിത നിയമനത്തിന് മാറ്റിവെക്കണമെന്നാണ് കരട് മാർഗനിർദ്ദേശത്തിൽ പറയുന്നത്. പുതിയ പരിഷ്കാരം അവകാശ ലംഘനവും ചട്ടവിരുദ്ധവുമാണെന്ന് പ്രതിപക്ഷ സംഘടനകൾ ആരോപിച്ചു. സർക്കാർ സർവീസിലിരിക്കെ മരിക്കുന്ന ജീവനക്കാരുടെ ആശ്രിതർക്ക് നിയമനം നൽകുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഈ മാസം 2-ന് പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങളിലാണ് മുസ്ലിം സംവരണം അട്ടിമറിക്കുന്ന നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചതായി പരാതി ഉയർന്നിരിക്കുന്നത്. ആശ്രിത നിയമനത്തിനായി കണ്ടെത്തിയ തസ്തികകളുടെ ജില്ല തിരിച്ചും സംസ്ഥാന തലത്തിലുമുള്ള ഓരോ 16ാമത്തെ ഒഴിവും പൊതുഭരണ വകുപ്പിലേക്ക് ഓൺലൈൻ വഴി റിപ്പോർട്ട് ചെയ്യണമെന്നാണ് പുതിയ കരട് നിർദ്ദേശം. ഇത് നടപ്പിലായാൽ ഭിന്നശേഷി ആശ്രിത നിയമനങ്ങളുടെ പേരിൽ എല്ലാ സർക്കാർ നിയമനങ്ങളിലും മുസ്ലിം സംവരണം 3% കുറയും. ഫലത്തിൽ മുസ്ലിം സമുദായത്തിന് അർഹതപ്പെട്ട 10-12% സംവരണം 7-9% ചുരുങ്ങുമെന്നാണ് പരാതി. നഷ്ടപ്പെടില്ല സംവരണം എന്ന് പറയുന്നുണ്ടെങ്കിലും സത്യത്തിൽ ഈ തീരുമാനം നടപ്പിലാക്കുകയാണെങ്കിൽ 16, 26, 76 ടേണുകൾ മുസ്ലിം സമുദായത്തിൻ്റെ സംവരണത്തിൽ നിന്ന് നഷ്ടപ്പെടും. സ്വാഭാവികമായും 12% സംവരണം 9 ചുരുങ്ങുന്ന വിധത്തിലാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഏതോ ഒരു ദുരൂഹമായ ചില കൈകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ ധരിക്കുന്നതിന് കാരണമാക്കുന്നു. തീർച്ചയായിട്ടും ഇതിൽ അടിയന്തരമായി ഇടപെട്ട് ഈ മുസ്ലിം സമുദായത്തിൻ്റെ സംവരണ ടേണുകളിൽ തന്നെ മാത്രം ഇങ്ങനെ തീരുമാനമെടുത്ത് ഭരണപരിഷ്കാര കമ്മിറ്റി ആണെങ്കിലും സാമൂഹ്യനീതി വകുപ്പാണെങ്കിലും ശരി, ഈ രീതി തന്നെ തീരുമാനമെടുത്ത് പോകുമ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു ഗൂഢശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ. ഭിന്നശേഷി സംവരണം നടപ്പാക്കാൻ സർക്കാർ 2% മുസ്ലിം സംവരണം വെട്ടിക്കുറച്ച് ഉത്തരവിറക്കിയതിന് പിന്നാലെയാണ് 1% കൂടി വെട്ടിക്കുറയ്ക്കാൻ കരട് തയ്യാറാക്കിയിരിക്കുന്നതെന്നാണ് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകളുടെ ആരോപണം. കരട് രേഖ ചർച്ച ചെയ്യുന്നതിനായി നാളെ തിരുവനന്തപുരത്ത് സർവീസ് സംഘടനകളുടെ യോഗം വിളിച്ചിട്ടുണ്ട്. റിപ്പോർട്ടർ, മലപ്പുറം. മുബഷീർ പി അക്ബർ വിശദാംശങ്ങളുമായി. മുബഷീർ, ആശ്രിത നിയമനത്തിന്റെ മറവിലാണ് വീണ്ടും മുസ്ലിം സംവരണം വെട്ടിക്കുറക്കാൻ സർക്കാർ നീക്കമെന്ന പരാതിയുള്ളത്. എന്തൊക്കെ തെളിവുകളാണ് ഇവർ കാണിക്കുന്നത്? മുബഷീർ. നികേഷ് കുമാർ, സർക്കാർ സർവീസിലിരിക്കെ മരണമടയുന്ന ജീവനക്കാരുടെ ആശ്രിതർക്ക് നിയമനം നൽകുന്നതുമായി ബന്ധപ്പെട്ട സർക്കാർ ഈ മാസം 2-ന് പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങളാണ് മുസ്ലിം സംവരണം അട്ടിമറിക്കുന്ന നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചതായ ഒരു പരാതി ഉയർന്നിരിക്കുന്നത്. ആശ്രിത നിയമനത്തിനായി കണ്ടെത്തിയ തസ്തികകളുടെ ജില്ല തിരിച്ചും സംസ്ഥാന തലത്തിലുമുള്ള ഓരോ 16ാമത്തെ ഒഴിവും റിപ്പോർട്ട് ചെയ്യണമെന്നാണ് പുതിയ കരട് നിർദ്ദേശം. ഇത് നടപ്പിലായാൽ ഭിന്നശേഷി ആശ്രിത നിയമനങ്ങളുടെ പേരിൽ എല്ലാ സർക്കാർ നിയമനങ്ങളിലും മുസ്ലിം സംവരണം 3% കുറയും. ഫലത്തിൽ മുസ്ലിം സമുദായത്തിന് അർഹതപ്പെട്ട 10-12% സംവരണം 7-9% ചുരുങ്ങുമെന്നാണ് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ സംഘടനകൾ ഈ ഒരു വിഷയത്തിൽ പരാതിയായി ഉന്നയിച്ചിരിക്കുന്നത്. ഭിന്നശേഷി സംവരണം നടപ്പാക്കാൻ സർക്കാർ 2% മുസ്ലിം സംവരണം വെട്ടിക്കുറച്ച് ഉത്തരവിറക്കിയതിന് പിന്നാലെയാണ് 1% കൂടി വെട്ടിക്കുറക്കാൻ കരട് തയ്യാറാക്കിയിരിക്കുന്നതെന്നാണ് ഈ ഒരു സംഘടനകൾ ആരോപിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയം ആ നിലയിൽ ചർച്ചയായ സാഹചര്യത്തിൽ നാളെ ഈ ഒരു കരട് രേഖ ചർച്ച ചെയ്യുന്നതിനായി തിരുവനന്തപുരത്ത് സർവീസ് സംഘടനകളുടെ ഒരു യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. നേരത്തെ ഭിന്നശേഷി സംവരണത്തിൽ ഉൾപ്പെടെ മുസ്ലിം വിഭാഗത്തെ തഴയുകയാണെന്ന രീതിയിൽ പ്രതിഷേധവുമായി മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകൾ രംഗത്ത് വന്നിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ആശ്രിത നിയമനത്തിന്റെ വിഷയത്തിലും മറ്റൊരു വിവാദം കൂടി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും നാളെ ചേരുന്ന യോഗത്തിന് ശേഷമായിരിക്കും ഈ ഒരു വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. ഒരുപക്ഷെ ഈ ഒരു തീരുമാനത്തിൽ സർക്കാർ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭ പരിപാടികളുമായി ഈ ഒരു സംഘടനകളൊക്കെ തന്നെ രംഗത്ത് വരുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നികേഷ് കുമാർ.